ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ZA പ്ലസ് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന ഡീസൽ വാഹന എർട്ടിഗയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വണ്ടി 2016 മോഡൽ തന്നെ. ZA പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ് ആ ഒരു ഷേപ്പിന്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള ഫേസ് ആണ് വരുന്നത്. ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പൊക്കെ ഒരു സിൽവർ ഇൻസേർട്ട് കൊണ്ടിട്ടാണ് വരുന്നത്. അല്ല വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വേറെ ഒരുപാട് ചേഞ്ച് ഒന്നും കാണാനില്ല. പക്ഷേ മേജർ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കയറുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കാണാവുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അതുപോലെ തന്നെ ഇന്റീരിയറിൽ പറയേണ്ട മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗിലെ കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മാരുതിയുടെ തന്നെ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. AC കൺട്രോൾസ് ഒക്കെ അവിടെ കാണാവുന്നതാണ്. പിന്നെ മറ്റു വണ്ടീനെ വെച്ചിട്ട് മേജർ ആയിട്ടുള്ള ചേഞ്ച് ഇന്റീരിയറിൽ വന്നേക്കണെന്ന് വെച്ചാൽ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അതുപോലെ ഇലക്ട്രിക് ഫോൾഡ് മിററും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർഡോ പവർ വിൻഡോ സീറ്റ് അഡ്ജസ്റ്റിംഗ് ഒക്കെ ഇവിടെ കാണാം കേട്ടോ. സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുമ്പോഴല്ലേ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല ഇന്റീരിയറും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ആ ബീച്ച് കോമ്പിനേഷനുള്ള സീറ്റ് കവറും ഉണ്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴേലും അവിടെയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടിയുടെ ഇന്റീരിയർ ഉള്ളത്. ഇതിന്റെ സീറ്റിങ്ങിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും കയറി ഇറങ്ങാനും 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കുക. ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്ക് റോയിലായാലും അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് ബൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ 2014 വീഡിയോ എർട്ടിഗയിൽ നിന്ന് ഇതിന്റെ സൈഡ് വ്യൂവിൽ ചേഞ്ച് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോയ്സും കാര്യങ്ങളൊക്കെ നോർമൽ സുസുക്കിയുടെ അലോയ്സ് ആണ് വന്നത്. സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് മറ്റേല് ആ ടൈപ്പ് അലോയ്സ് വന്നിരുന്നത്. അതുപോലെ സൈഡിലുള്ള റിക്വസ്റ്റ് സ്വിച്ച് ഒക്കെയാണ് എക്സ്ട്രാ വരുന്നുണ്ടോ. വേറെ സൈഡിൽ വേറെ ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി ആയതുകൊണ്ട് അതിന്റെ ബാഡ്ജിങ് ബാക്കിൽ നമുക്ക് കാണാവുന്ന കേട്ടോ. ZA പ്ലസ് SHVS എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുപോലെ സിൽവർ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിൽ നിന്ന് അതുപോലെ റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. കമ്പനി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നുള്ള വ്യൂവിൽ ഈ ഇത് ഉണ്ടോ മേജർ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും പറയാനുള്ളത്. അതുപോലെ ടയർ സൈസും കാര്യങ്ങളൊക്കെ സെയിം മറ്റേ എർട്ടിഗയുടെ സെയിം ആയിട്ടുള്ള ടയർ സൈസും കാര്യങ്ങളാണ് വരുന്നത്. സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആണോ. ഒരു സിംഗിൾ ഡെന്റോ സ്ക്രാച്ചോ വന്നിട്ടില്ല. വേറെ ആക്സിഡന്റ് ഒന്നും തന്നെ സംഭവിക്കാത്ത വണ്ടിയാണോ. ഇവിടെ ഒരു സൈഡിൽ ഒരു ബീഡിങ് കാര്യങ്ങളും ആ ഒരു ബോഡി പെയിന്റിനോട് സാമ്യമായിട്ടുള്ള സെയിം ബീഡിങ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് വണ്ടിക്ക് ഒരു എക്സ്ട്രാ ഒരു പവർ ലുക്ക് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. വണ്ടിക്ക് കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒരു ടാപ്പ് വണ്ടി സ്റ്റാർട്ട് ആയിട്ടോ. അപ്പോൾ നോർമൽ മാനുവൽ ഗിയർ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം സ്റ്റിയറിംഗിലായാലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾ എടുക്കാനും കട്ട് ചെയ്യാനും വോളിയം കൂട്ടാനും ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. മാരുതിയുടെ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഒന്നും തന്നെ നമുക്ക് ടഫ് ആയിട്ടില്ല. ഡ്രൈവിംഗിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. സൈഡിൽ നിന്നുള്ള ഇപ്പോൾ വണ്ടി നമുക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴായാലും അത്യാവശ്യം നല്ല വിൻഡോയ്ക്ക് നല്ല വലിപ്പം ഉണ്ടായതുകൊണ്ട് കാണാൻ ടഫ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. റോഡ് വിസിബിലിറ്റി ഒക്കെ ആയാലും പക്കയാണ്. നല്ല ഡ്രൈവ് കംഫോർട്ടിന്റെ വണ്ടിയാണ് കേട്ടോ. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ തന്നെയാണ് വണ്ടിക്ക്. വണ്ടി കാലെടുത്ത് RPM കൊടുത്ത് കയറി നിൽക്കണ കാണാം കേട്ടോ. അത് ഒരു 3ാമത്തെ RPM കഴിയുമ്പോൾ നമ്മൾ റെഡ്സും സ്വിഫ്റ്റും ഒക്കെ ചാടി നിൽക്കണം. അതേ ഫീലിൽ തന്നെ നമ്മുടെ അത്രയും പോയിക്കൊള്ളൂ കേട്ടോ. എത്ര ലോങ് വേണേലും ഇരുന്ന് ഓടിക്കാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഈ എർട്ടിഗ എന്ന് പറഞ്ഞ വാഹനത്തിന്. ബോഡി റോളിംഗ് ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ വണ്ടിയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ എർട്ടിഗ എന്ന് പറഞ്ഞ വാഹനം ചെറിയ ബഡ്ജറ്റിൽ നല്ല മൈലേജ് കിട്ടുന്ന നല്ല യാത്രാ സുഖമുള്ള ഒരു വാഹനമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂം ചെക്ക് ചെയ്യാം കേട്ടോ. എഞ്ചിൻ റൂം നോക്കുമ്പോൾ നോർമലി നമ്മുടെ ആ 14 എർട്ടിഗയുടെ അതേ ക്വാളിറ്റിയിലുള്ള ബോണറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ആ സെയിം വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ബോണറ്റിലും വരുന്നത്. വേറെ ലൈറ്റ് വെയിറ്റോ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ എഞ്ചിൻ റൂം നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ എഞ്ചിൻ റൂം സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ പുത്തൻ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആമറോണിന്റെ പോസോ എന്ന് പറഞ്ഞ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അബ്രോണും കാര്യങ്ങളൊക്കെ ആയാലും പൊട്ടിച്ചിട്ടോ പണിതിട്ടോ ഒന്നുമില്ല കേട്ടോ. വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള നല്ല മേജർ സർവീസ് കഴിഞ്ഞുകൊണ്ട് ഇതിന്റെ ബ്രേക്ക് ബൂസ്റ്റർ അതുപോലെ ക്ലച്ച് ഈ സാധനങ്ങളെല്ലാം റീസെന്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിനൊക്കെ മാറി റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ ബോണറ്റിന്റെ പേസ്റ്റിംഗ് ഒക്കെ നോക്കുമ്പോഴായാലും ഇവിടെയും പൊട്ടിച്ചിട്ടോ പണിതിട്ടോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെയും സെയിം DDIS എഞ്ചിനാണ് വരുന്നത്. അതിൽ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വേരിയന്റ് ആണ്. ഇതിന് അത്യാവശ്യം മറ്റേ വണ്ടീനൊക്കെ ഒരു 2-3 കിലോമീറ്റർ മൈലേജ് എക്സ്ട്രാ ലഭിക്കുന്നതാണോ. അപ്പോൾ ഈ വണ്ടിയും കൊടുക്കാനുള്ളതാണ്. 2016 മോഡൽ വരുന്ന 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് ജെനുവിൻ സർവീസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മേജർ സർവീസും കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.